ഇന്ന് നല്ലൊരു നാടൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. ഇത് ഹോസ്റ്റലിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്കും പ്രവാസികളായ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ ചമ്മന്തിപ്പൊടി. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ഇന്ന് 9 തേങ്ങ വെച്ചിട്ടാ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് ഇഞ്ചി ഇതുപോലെ ചെറുതായി കനം കുറച്ചരിഞ്ഞ് ചേർക്കാം. ഇഞ്ചി കനം കുറച്ചരിഞ്ഞാലേ തേങ്ങയൊക്കെ മൂക്കുന്നതോടൊപ്പം തന്നെ ഇഞ്ചി മൂത്ത് വരത്തുള്ളൂ. പിന്നെ കനം കുറച്ചരിഞ്ഞ ചെറിയുള്ളി 1/4 കപ്പ്, വറ്റൽമുളക് 63 എടുത്തിട്ടുണ്ട്. ഇത് മീഡിയം സൈസ് വലുപ്പമുള്ള വറ്റൽമുളകാണ്. മുളകിന്റെ വലുപ്പം അനുസരിച്ച് എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അടുത്തതായി കറിവേപ്പില എടുക്കാം. ഇത് 1 കപ്പ് കറിവേപ്പിലയുണ്ട്. പിന്നെ കുറച്ചുകൂടെ കറിവേപ്പില വേണേലും ഇടാം. കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ ചമ്മന്തിപ്പൊടിക്ക് നല്ല രുചിയും മണമൊക്കെ തരും. ഇനി ഉള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും തേങ്ങയും എല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് ഞെരടി യോജിപ്പിക്കാം. ചെറുതായിട്ടൊന്ന് ഞെരടി കൊടുത്താൽ മതി. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ചെറിയുള്ളിയും കൂടെ ഒക്കെ ചേർത്താലേ ചമ്മന്തിപ്പൊടിക്ക് നല്ല രുചി കിട്ടത്തുള്ളൂ. പിന്നെ ചിലർക്കൊക്കെ സംശയമുണ്ട്, ചെറിയുള്ളി ചമ്മന്തിപ്പൊടിയിലൊക്കെ ചേർത്ത് കഴിഞ്ഞ് പെട്ടെന്ന് കേടായി പോകുമോ എന്നൊക്കെ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി 1 വർഷം വരെ ഇരുന്നാലും കേടാവത്തില്ല. മോക്ക് ഞാൻ കഴിഞ്ഞ വർഷം കൊടുത്തുവിട്ട ചമ്മന്തിപ്പൊടി ഇപ്പോഴും ഒരു കേടും കൂടാതെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് വിറക് കത്തിച്ച് ഉരുളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉരുളിയുടെ പുറത്ത് കരി പിടിക്കാതിരിക്കാനുള്ള പൊടിക്കൈയൊക്കെ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ ഉരുളിയുടെ പുറത്ത് സോപ്പ് പൊടിയും മണ്ണും മിക്സ് ചെയ്ത് തേച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒന്നാമതായി, നമ്മൾ എടുക്കുന്ന തേങ്ങ നല്ല വിളഞ്ഞതും എണ്ണമയം ഉള്ളതുമായിരിക്കണം. എണ്ണമയം ഇല്ലാതെ ഒരുമാതിരി പിരുപുരാന്നൊക്കെ ഇരിക്കുന്ന തേങ്ങ വെച്ച് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാൽ നമ്മൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ഒരു രുചിയും ഉണ്ടാകത്തില്ല. തേങ്ങ തിരുമ്മി എടുക്കുമ്പം വല്ല കഴന്ന കഷ്ണങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയിട്ട് ഇത് ചേർക്കാം. അപ്പം തേങ്ങയെല്ലാം ഒരുപോലെ മൂത്ത് കിട്ടും. അതല്ലാതെ തേങ്ങ മൊത്തം ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടി കറക്കിയൊന്നും എടുക്കരുത്. അങ്ങനെ ചെയ്താൽ വറക്കുന്ന സമയം ഉരുളിയുടെയൊക്കെ അടിയിൽ പിടിച്ചുകൊണ്ടേ ഇരിക്കും. 4 5 തേങ്ങ വരെ നമ്മുടെ സാധാരണ ഗ്യാസ് സ്റ്റൗവിലൊക്കെ മൂപ്പിച്ചെടുക്കാൻ പറ്റും. അതിൽ കൂടുതലൊക്കെ തേങ്ങയുണ്ടെങ്കിൽ പുറത്ത് തീ കൂട്ടി ഇതുപോലെ മൂപ്പിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വലിയ ടൈപ്പ് ഗ്യാസ് സ്റ്റൗവിലൊക്കെ വറുത്തെടുക്കേണ്ടി വരും. അതുപോലെ തേങ്ങ വറുക്കുന്ന സമയം പെട്ടെന്ന് മൂത്ത് കിട്ടാനായി തീ കൂട്ടി വെച്ച് വറുത്തെടുത്താൽ പുറം കരിഞ്ഞും അകം മൂക്കാതെയും വരും. അതുകൊണ്ട് ക്ഷമയോടുകൂടി തന്നെ തീ കുറച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പൊ തേങ്ങയുടെ കളറൊക്കെ ഒരുമാതിരി മാറി വന്നിട്ടുണ്ട്. ഇനി കൈക്ക് ഒരു പിടി വാളംപുളിയും കൂടെ ചേർക്കാം. തേങ്ങ മൂത്ത് വരുമ്പോഴേക്കും വാളംപുളി ഇതിൽ കിടന്ന് പുളിയിലെ ഈർപ്പമയമൊക്കെ പോയി നല്ല ഡ്രൈ ആയി വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടങ്ങ് ചേർക്കാം. ഒരുപാട് തേങ്ങയുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ അളവ് തെറ്റിപ്പോകാതിരിക്കാൻ ഒരു തേങ്ങയുടെ ചമ്മന്തിക്ക് എത്രയും ചേരുവകൾ എടുക്കുന്നുവോ തേങ്ങയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അളവും കൂട്ടിയെടുക്കാം. ഒരു തേങ്ങ തിരുമിയെടുക്കുമ്പോൾ മെഷർമെന്റ് കപ്പിന് 2 കപ്പ് തേങ്ങ ഉണ്ടാവും. ഒരു തേങ്ങയുടെ ചമ്മന്തിക്ക് വേണ്ടി 7 വറ്റൽമുളക്, 1.5 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, 6 ചെറിയുള്ളിയും 5 കദപ്പ് കറിവേപ്പിലയും, 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയും. ഈ പറഞ്ഞത് ഒരു തേങ്ങയുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനുള്ള അളവാണ്. ഇങ്ങനെ തേങ്ങയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അളവും കൂട്ടിയെടുത്താൽ ആദ്യമായി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നവർക്ക് പോലും നല്ല രുചിയോടുകൂടിയുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. കഷ്ണം കായമാണെങ്കിൽ എണ്ണയിൽ ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ചേർക്കാം. തേങ്ങയൊക്കെ നന്നായി മൂത്ത് വാങ്ങുന്നതിന് മുമ്പായിട്ട് വേണം കായപ്പൊടി ചേർക്കാൻ. നേരത്തെ കായപ്പൊടി ചേർത്താൽ അതിൻ്റെ മണവും ഗുണവും ഒക്കെ അങ്ങ് നഷ്ടമാകും. ഇത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചാലും ഉരുളിയുടെ ചൂട് ആറുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പൊ തേങ്ങയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി പൊടിച്ചെടുക്കാം. ഉരലിൽ പൊടിച്ചെടുക്കുന്ന ചമ്മന്തിപ്പൊടിയുടെ അത്രയും പറ്റില്ല മിക്സിയിൽ പൊടിച്ചെടുത്താൽ. ഉരലിൽ പൊടിച്ചെടുക്കുന്നതിന്റെ അതേ ടേസ്റ്റ് കിട്ടാനായി ചമ്മന്തിപ്പൊടി എല്ലാം പൊടിച്ചതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി യോജിപ്പിക്കാം. ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഇതിലെനിക്കൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നില്ല, എല്ലാം കറക്റ്റ് പാകത്തിന് തന്നെയാണ്. ഇപ്പൊ പൊടിച്ചെടുത്തതിന്റെ ഒരു ചെറിയ ചൂടുണ്ട്. ഈ ചൂട് മാറിയതിന് ശേഷം പാക്ക് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.